രണ്ട് നെഗറ്റീവ് വേർഡ് ചേർന്നാൽ നോർമലി ഏത് ഭാഷയിലും ഒരു നെഗറ്റീവ് ഫീലായിരിക്കും ഉണ്ടാവുക. മലയാളത്തിൽ അത് തിരിച്ചാ. ഞാൻ പറയട്ടെ, നിങ്ങൾ അടിക്കുകയാണ്, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദ്രവിക്കുക, അടിക്കുകയാണ്. അടിക്കുക നെഗറ്റീവാ. ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് പൊളിക്കുകയാണ്. പൊളിക്കുക അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ് ആണ്. ഇനി ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോൾ അടിച്ചു പൊളിക്കുക. ഈ അടിയും പൊളിയും രണ്ടും നെഗറ്റീവാണ്, പക്ഷെ തരുന്ന വാക്ക് പോസിറ്റീവാ. അതാണ് മലയാള ഭാഷയുടെ വൈവിധ്യമാണ് ഞാൻ പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത്. ഈ മലയാള ഭാഷ അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രാഫ്റ്റ് ചെയ്താൽ യു ക്യാൻ ആക്ച്വലി മേക്ക് എ ലോട്ട് ഓഫ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. രണ്ട് നെഗറ്റീവിനെ പോലും മലയാളികൾക്ക് പോസിറ്റീവ് ആക്കാൻ സാധിക്കും. പൊങ്കാലയിടരുത്. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും റിയാസ് ഭായി ഓരോ എപ്പിസോഡുകളിലും അങ്ങനെ പരിചയപ്പെടുന്നത് ബിക്കോസ് ഓഫ് ദ പാർട്ട് ഓഫ് ദ ഫാമിലി മെമ്പേഴ്സ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പക്ഷേ നമ്മുടെ ആളുകൾ എങ്ങനെ കോണ്ടന്റ് എടുക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് കംപ്ലീറ്റ്ലി ആളുകൾക്ക് ഇത് ഹെൽപ്ഫുൾ ആകണം എന്നുള്ള ഒറ്റ ഇൻറ്റൻഷൻ മാത്രമാണ് നമുക്കുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ നോർത്തിൽ പോകുന്നു. നോർത്തിൽ പോയി കഴിഞ്ഞാൽ അവരുടെ സെയിൽസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നോർത്തിൽ പോയ സെയിൽസ്മാൻമാരുടെ അപ്രോച്ചുകൾ വളരെ ഡിഫറെൻ്റ് ആണ്. തമിഴ്നാട്ടിലൊക്കെ പോയാൽ വേറൊരു ടൈപ്പ് ഓഫ് ഒരു സാധനമാണ്. കേരളത്തിലെ ആളുകൾ എൻ്റെ ഒരു സെയിൽസിൻ്റെ ഒരു കോൺസെപ്റ്റ് വിലയിരുത്തുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയൊക്കെ അതിനെ കാണുന്നത്? സെയിൽസിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം ഭാഷയാണ്. ഭാഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തമിഴന്മാരുടെ അയ്യാ അണ്ണാ, അതെ, തമിഴന്മാരുടെ ഭാഷയും ഹിന്ദിക്കാരുടെ ഭാഷയും മലയാളികളുടെ ഭാഷയൊക്കെ വ്യത്യാസമാണ്. എല്ലാ ഭാഷയ്ക്കും അവരവരുടേതായ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ ഉണ്ടാവും. മലയാളം ഏറ്റവും ബ്രില്യൻ്റ്, ഏറ്റവും ബ്യൂട്ടിഫുൾ ഭാഷ മലയാളം തന്നെയാണ്, ഒരു തർക്കവുമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചോളം മലയാളം ഒരു നെഗോഷ്യബിൾ ഭാഷയല്ല, പെട്ടെന്ന് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഷ അല്ല മലയാളം. വെൻ യു കമ്പയർ വിത്ത് അതർ ലാംഗ്വേജ് കേട്ടോ, മറ്റു ലാംഗ്വേജസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മലയാളം അത്ര നെഗോഷ്യബിൾ അല്ല. എങ്ങനെയെന്ന് ചോദിച്ചാലേ, ശരി, മലയാളിയാണ് പറയണത്. മലയാളിയാണ്, പക്ഷെ സത്യം പറയണല്ലോ, എൻ്റെ കാഴ്ചപ്പാട് പറയാട്ടോ. അതായത് തമിഴിനെ പലപ്പോഴും നമ്മൾ സെൻമൊഴി എന്നൊക്കെ പറയാറുണ്ട്, ഇല്ലേ? പലപ്പോഴും സെൻമൊഴി എന്ന് പറയാറുണ്ട്. കാരണം ഞാൻ പറയട്ടെ, ഞാൻ വേണമെങ്കിൽ പ്രൂവ് ചെയ്ത് തരാം. എന്നെ കേൾക്കുന്ന എല്ലാ തമിഴ് സംസാരിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു നോളജ് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും, മലയാളികൾക്കും പറ്റണം. തീർച്ചയായിട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന മലയാളികൾക്കും പറ്റും, ഉറപ്പാണ്. കാരണം എന്താണെന്നറിയോ, നമ്മളൊരു വില്ലേജ് ഓഫീസിൽ പോയി, നമ്മളൊരു വില്ലേജ് ഓഫീസറിനെ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് പറയാൻ പോവാണ്. നമ്മൾ പ്രോബബ്ലി എന്തായിരിക്കും പറയാൻ പോവാ? സാറേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ വീടിൻ്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടേ സാറേ ഒന്ന് പെട്ടെന്ന് ഡയറക്റ്റ് തന്നെ അല്ലേ, ഇത് കിട്ടിയാൽ അടുത്ത പരിപാടി നടക്കുള്ളൂ സാറേ പ്ലീസ്, അങ്ങനെ പറയാറുണ്ട്. നോർമലി നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഭാഷ, മലയാള ഭാഷ ഉപയോഗിച്ച് അങ്ങനെ ഒരു ബോഡി ലാംഗ്വേജിൽ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. എന്നിട്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. പലപ്പോഴും പരാജയപ്പെടാറുണ്ട്. കാരണം എന്തെന്നറിയോ, പ്രത്യേകിച്ച് മലയാളിയെ സാറെന്ന് വിളിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്ന ആ സാറ് അങ്ങ് ഉയരത്തിലേക്ക് പൊങ്ങും, പറയുന്ന ഞാൻ ഇങ്ങ് താഴേക്ക് താഴും. അപ്പോൾ മലയാളത്തിൽ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഒരു ഹയർ എനർജിയിലും പോവും, നമ്മൾ താഴെയും വരും. വലിയ പാടാണ് ആ എനർജി ലെവലിൽ നിന്നുകൊണ്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ, ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് സാർ ഒന്ന് ശരിയാക്കി തരൂ സാർ, പ്ലീസ്, പ്രയാസമാണ് സാർ, ഒന്ന് ശരിയാക്കി തരൂ. ഇതേപോലെ തന്നെ സെയിൽസിലും സാർ നല്ല പ്രോഡക്റ്റാണ് സാർ, ഒന്ന് മേടിക്കൂ സാർ എന്നൊക്കെ ചോദിക്കുന്നിടത്ത് അവർ എനർജി വിൽ ഗോ ഡൗൺ, കേൾക്കുന്ന ആളുടെ എനർജി വിൽ ഗോ ഹൈ. നെഗോഷിയേഷൻ എപ്പോഴും നടക്കുന്നത്, എഫക്റ്റീവ് നെഗോഷിയേഷൻ നടക്കുന്നത് ഒന്നുകിൽ നിങ്ങൾ ഒരേ എനർജി ലെവലിലായിരിക്കണം. ഒരേ എനർജി ലെവലിലായാൽ നെഗോഷിയേഷൻ സക്സസ്ഫുൾ ആവും. ഇനി ഞാൻ ഒരു ഹയർ എനർജിയിലാണ്, നിങ്ങൾ കുറച്ച് താഴെയാണെങ്കിൽ ഞാനായിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത്. പലപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് മലയാള ഭാഷയിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എനർജി താഴെ പോവും, അയാൾ ഡോമിനേറ്റ് ചെയ്യും. ഇനി ഞാൻ ഭാഷ മാറ്റുകയാണ്, ഇതേ അവസ്ഥയിൽ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു തമിഴനാണെങ്കിൽ, ഞാൻ തമിഴ് ഭാഷയാണ് സംസാരിക്കുന്നതെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അയാളോട് പോയി പറയാം, അയ്യാ കൊടുങ്കയ്യ
കൊടുങ്കയ്യ താഴ്മ. சாமி கொடுங்க சாமி பெரியவரே பெரியவரே ഒന്ന് കൊടുങ്കോ சாமி കൊടുങ്കോ ஐயா തരുങ്കോ ஐயா ஐயா സാമി പറയണത്. ഇത് ഇപ്പൊ ഞാൻ ഈ വില്ലേജ് ഓഫീസുമായിട്ട് കണക്ട് ചെയ്ത് പറയാം. നിങ്ങളിപ്പോ ഒരു വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഇപ്പൊ തമിഴ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാള് തമിഴനാണെങ്കിൽ അയ്യാ കൊടുങ്കോ സ്വാമി തരുങ്കോ എന്നൊന്നും പറയുന്നതുകൊണ്ട് നിങ്ങൾ താഴെ പോവില്ല. നിങ്ങളൊരു ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുത്ത് നോക്കിയേ, രജനീകാന്തിനെയോ അല്ലെങ്കിൽ കമൽഹാസനെയോ ഒക്കെ എടുത്തു നോക്കിയേ. ഇവരൊക്കെ സംസാരിക്കുമ്പോൾ ഇവരുടെ സംസാരത്തിൽ ഉണ്ടാവുന്ന ഒരു പൊളൈറ്റ്നെസ്, ആ വാക്കോ തരങ്കോ അയ്യ, ഈ വാക്കുകളുടെ ബ്യൂട്ടി, അത് ആ ഭാഷയുടെ ബ്യൂട്ടിയാണ്. മലയാളത്തിന് അത്തരം ബ്യൂട്ടി വെൻ യു കമ്പയർ വിത്ത് തമിഴിലില്ല. കാരണം സാറേന്ന് വിളിച്ചാൽ തീർന്നു കേട്ടോ. സാറേന്ന് വിളിക്കുന്ന മൊമെന്റ് പറ്റൂല. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ശ്രമിക്കുമെന്നറിയോ? ചേട്ടാ പ്ലീസ്, അണ്ണ, ഇക്ക, പൊളിഞ്ഞു. ഇപ്പോഴത്തെ ആൾക്കാരാണെങ്കിൽ ബ്രോ. ഇതൊന്നും നടക്കില്ല. മലയാള ഭാഷയിൽ ഈ ഇംഗ്ലീഷ് ഭാഷകൾ കൊണ്ടുവന്നു, അല്ലെങ്കിൽ മലയാള ഭാഷ തന്നെ കണക്ട് ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് ഈ ഭാഷയുടെ ഒരു നോൺ നെഗോഷ്യബിലിറ്റി ആണ്. ഈ ഭാഷയ്ക്ക് അങ്ങനെ ഒരു സുപ്രീമിസിറ്റി ഉണ്ട്. അപ്പൊ അത് വെച്ച് നമ്മൾ താഴാൻ നിന്നാൽ, നമ്മൾ ചേട്ടാ, അണ്ണ, ഇക്ക എന്നൊക്കെ പറഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് വർക്കൗട്ട് ആവില്ല. അയാൾ വിചാരിക്കും ഇവ എന്തിനാ പേഴ്സണലായിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നത്. നേരെ മറിച്ച് ഹിന്ദിക്കാരനാണെങ്കിലോ ഭായ് സാബ് ദേദോ ഭായ് സാബ്, ലേലോ ഭായ് സാബ് എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും റെസ്പെക്ട്ഫുൾ ആവും. ആ കമ്മ്യൂണിക്കേഷൻ, ഒരു റെസ്പെക്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അല്ലാത്ത പക്ഷം നമ്മൾ ഈ മലയാളത്തിലെ ചേട്ട, അണ്ണ, ഇക്ക പ്രയോഗങ്ങൾ ഒരിക്കലും റെസ്പെക്ട്ഫുൾ ആവില്ല. മലയാളം എങ്ങനെയാകണമെന്നോട് പറയും. അപ്പം ഇതെന്തെന്നറിയോ, ഇത് നമ്മളുടെ ഈ ഒരു ഐഡിയോളജി ഒന്ന് മനസ്സിലാക്കുക. ഈ ഭാഷയ്ക്ക് യൂസ് ചെയ്യേണ്ട രീതിയും താളവും മീറ്ററും ഒക്കെ ഉണ്ട്. ആ മീറ്ററിലും താളത്തിലും ഒക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് പറ്റിയ ഫോറിൻ ലാംഗ്വേജസ് നമ്മൾ കടമെടുക്കുക. വേണ്ട സമയത്ത് നമ്മൾ കടമെടുക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളോട് ഇബാദ് ബായിയോട് ഒരാൾ നോർമലി കേട്ടോ, ബായി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാണ്. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഓക്കെ ആണോ? അങ്ങനെ കുഴപ്പമില്ല എങ്ങനെ പോകുന്ന കാര്യങ്ങൾ എന്ന് ചോദിച്ചു. നിങ്ങളത് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നറിയണ്ട. അങ്ങനെയൊക്കെ പോണം, കുഴപ്പമില്ല. ഇത് ഏത് ജില്ലയിലും എടുത്തോ, ജില്ലകൾ മാറുമ്പോൾ ഈ കുഴപ്പമില്ലയുടെ വെർഷൻ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇതിപ്പോ കൊല്ലക്കാരോട് ചോദിച്ചാൽ ഓ എന്നതാടാ, ഗ്രേറ്റ്ഫുൾ അല്ല മലയാളികൾ. ഐ എം ടെല്ലിങ് യു വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, നമ്മൾ ഇനിയും ഗ്രേറ്റ്ഫുൾ ആകണം. ഞാൻ ഗ്രേറ്റ്ഫുൾ അല്ല എന്ന വാക്ക് പിൻവലിക്കുകയാണ്. കാരണം കമന്റ് ബോക്സിലെ ബഹളം ഞാൻ ഇപ്പോഴേ കാണുകയാണ്. കമന്റ് ബോക്സിലെ ബഹളം കാണുകയാണ്. ഇല്ല, ഞാൻ വിധിക്കുകയല്ല, ഞാൻ പറയുകയാണ്, നമ്മൾ ഇനിയും ഗ്രേറ്റ്ഫുൾ ആവണം. ഗ്രേറ്റ്ഫുൾ ആവുന്ന വാക്കുകൾ നമ്മൾ മലയാളത്തിൽ കണ്ടുപിടിച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കിട്ടിയില്ലെങ്കിൽ കടമെടുത്ത് യൂസ്ഫുൾ ആക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു ഇംഗ്ലീഷുകാരനോട് ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ അയാൾ നോട്ട് ബാഡ് എന്നൊക്കെ പറയുന്ന ഏതെങ്കിലുമൊക്കെ ആൾക്കാരുണ്ടാവും. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത് ഐ ആം എക്സൈറ്റഡ്. എനിക്ക് ഇത് പറഞ്ഞപ്പോഴേ എനിക്ക് വേറെ ആളോർമ്മ, നമ്മുടെ ഞാൻ പണ്ട് വർക്ക് ചെയ്ത രാജീവ് സാർ കമ്പനി. അപ്പോൾ രാജീവ് സാറെ, ഹൗ ആർ യു സാർ? സാർ ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? ഫാന്റാസ്റ്റിക്. രാജീവ് സാർ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് കണക്ട് ആയ സാർ. അത് ഞാൻ സാഹിബിന്റെ ഭാഷ ഗംഭീരാണെന്ന് പറയാൻ സ്ഥാപിക്കാൻ വന്ന ആളല്ല. പക്ഷെ ആ വാക്കിലുള്ളൊരു എക്സൈറ്റ്മെന്റ്, ഫാന്റാസ്റ്റിക് മാൻ, അമേസിങ്, എക്സലന്റ്, ഇൻക്രെഡിബിൾ, ഫിനോമിനൽ. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന കേട്ടോ, ഫിനോമിനൽ. എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഫിനോമിനൽ മാൻ, ഇറ്റ്സ് ഡൂയിങ് വെരി വെൽ, സൂപ്പർബ്. ഇങ്ങനെ ഞാൻ പറയുന്നതും കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു, തട്ടിയും മുട്ടിയും. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ജീവിച്ചു പോവാം. ജീവിക്കല്ലേ? അതെ, ജീവിക്കുന്നില്ലേ? ജീവനില്ലേ? അപ്പോൾ പിന്നെ ജീവിച്ചു പോവാം എന്ന് പറയുന്നത് അതൊരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ അല്ലല്ലോ, ദ ബെസ്റ്റ് കേസ് സിനാരിയോ അല്ലേ? ജീവിക്കാൻ പറ്റുക, ജീവൻ ഉണ്ടാകുക. അപ്പോൾ നമ്മൾ കുഴപ്പമില്ല എന്ന വാക്കിനകത്തൊരു കുഴപ്പമുണ്ട്, എവിടെയോ കുഴപ്പമുണ്ട്. അപ്പം കുഴപ്പമില്ല എന്ന് പറയുന്ന പോലുള്ള ഒരുപാട് കുഴപ്പം പിടിച്ച വാക്കുകൾ മലയാളത്തിനുണ്ട്. രണ്ട് നെഗറ്റീവ് വേർഡ് ചേർന്നാൽ നോർമലി ഏത് ഭാഷയിലും ഒരു നെഗറ്റീവ് ഫീലായിരിക്കും ഉണ്ടാവുക. മലയാളത്തിൽ അത് തിരിച്ചാ. ഞാൻ പറയട്ടെ, നിങ്ങൾ അടിക്കണം,
അടിക്കുന്നത്. അടിക്കുക, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദ്രവിക്കുക, അടിക്കുകയാണ്. നെഗറ്റീവ് അല്ലേ? അടിക്കുക നെഗറ്റീവാ. ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് പൊളിക്കുകയാണ്. പൊളിക്കുക അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ് ആണത്. ഇനി ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോൾ അടിച്ചു പൊളിക്കുക, അത് പോസിറ്റീവ്, അത് പോസിറ്റീവായി. അടിപൊളിയാണ് സംഭവം, അടിപൊളിയാണ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റാ. പക്ഷെ ആ രണ്ട് വാക്ക് നെഗറ്റീവ്. പ്രശ്നമുണ്ടോ? അതിനകത്ത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അല്ല, ഞാൻ പറയാം, മലയാള ഭാഷയുടെ അടിപൊളി ബ്രോ എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് തരുമ്പോ ഈ അടിയും പൊളിയും രണ്ടും നെഗറ്റീവാണ്, പക്ഷെ തരുന്ന വാക്ക് പോസിറ്റീവാ. അതാണ് മലയാള ഭാഷയുടെ വൈവിധ്യമാണ് ഞാൻ പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത്. മലയാള ഭാഷയുടെ വൈവിധ്യമാണ് അതൊരു ഈ മലയാള ഭാഷ അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രാഫ്റ്റ് ചെയ്താൽ യു ക്യാൻ ആക്ച്വലി മേക്ക് എ ലോട്ട് ഓഫ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. രണ്ട് നെഗറ്റീവിനെ പോലും മലയാളികൾക്ക് പോസിറ്റീവ് ആക്കാൻ സാധിക്കും. പൊങ്കാലയിടരുത്. വെരി ഇൻട്രസ്റ്റിംഗ്. അത് നമുക്ക് സംബന്ധിച്ചോളം, നമ്മുടെ ഒരു ഓഡിയൻസ് സംബന്ധിച്ചോളം ഇതൊക്കെ അവനവൻ റീതിങ്ക് ചെയ്യണം. ഇനി മുതൽ ഒന്ന് ആലോചിച്ചു തുടങ്ങിക്കും, എങ്ങനെ നന്നായിരിക്കുന്നു. അൽഹംദുലില്ലാ. Absolutely. How are you എന്ന് ചോദിച്ചാൽ എങ്ങനെയുണ്ട്, എങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവവിശ്വാസിയാണോ അല്ലയോ ഇതൊക്കെ ഉള്ള സെക്കൻഡറിയാ. ദൈവത്തിൽ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇവിടെ വിഷയമല്ല. ഞാൻ ഹാപ്പിയാണ്, അൽഹംദുലില്ലാ, താങ്ക് ഗോഡ്, എല്ലാം ഭംഗിയായി പോകുന്നു എന്നൊക്കെ പറയാൻ നമ്മൾ ആദ്യം നമ്മളെ പ്രിപ്പയർ ചെയ്യണം. ഞാൻ എന്നെ കേൾക്കുന്ന ആൾക്കാരോട് പറയാം, if you are not grateful, I'm telling you, greatness will not come to you. Greatness നമ്മളെ അടുത്ത് വരില്ല. സക്സസ് ചിലപ്പോൾ വരും, ഗ്രേറ്റ്ഫുൾ അല്ലെങ്കിൽ സക്സസ് ഒക്കെ വരും, പക്ഷെ അത് ഗ്രേറ്റ്നെസ് ആകണമെങ്കിൽ ഗ്രേറ്റ്നെസ് ആവണം. അതായത് ദ ഗ്രേറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, റെവല്യൂഷണറി സക്സസ്, വിപ്ലവകരമായ വിജയം ഉണ്ടാവും. അത്തരം വിജയം ഉണ്ടാകണമെങ്കിൽ നന്ദി ഉണ്ടാകണം, ഗ്രാറ്റിറ്റ്യൂഡ് വേണം. എന്തായാലും നമുക്കെല്ലാം നന്ദിയോടുകൂടി ഈ ഒരു എപ്പിസോഡ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് നന്ദി പറയാം. താങ്ക്സ് ടു ഫേസ്ബുക്ക്, താങ്ക്സ് ടു യൂട്യൂബ്, ഈ മൈക്കുകൾ കണ്ടുപിടിച്ച ആൾക്കാർ, താങ്ക്സ് ടു എവറിത്തിങ് അറൗണ്ട് അസ്. നമ്മൾക്ക് ചുറ്റുമുള്ള എല്ലാത്തിനോടും നന്ദി പറയാം. നമ്മളിപ്പോൾ ഓരോ പ്രോജക്റ്റുകളും ഓരോ മനുഷ്യനെയും പേഴ്സണലി ക്ലോസ് ടു ക്ലോസ് നമ്മൾ ഒബ്സർവ് ചെയ്യണമെങ്കിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏതൊക്കെയോ രൂപത്തിൽ എവിടെയൊക്കെയോ ഇരുന്നോളൂ, അല്ലേ? അബ്സല്യൂട്ട്ലി. അതാണ് ഞാനൊരു എക്സാമ്പിളൂടെ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പം ഞാൻ ഇബാദ് ഭായ് ഈ പോഡ്കാസ്റ്റിൽ ഇങ്ങനെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആൾക്കാർ, മില്യൺസ് ഓഫ് ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മൾ ഈ കോണ്ടന്റ് റീച്ച് ചെയ്യണം. എൻ്റെ നാണം മറയ്ക്കാൻ, എൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ, എൻ്റെ ധാർമ്മികതയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്നെ ഇപ്പോൾ ഈ നിമിഷം എന്നെ സഹായിക്കുന്നത് മറ്റെന്തിനേക്കാളും ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ വസ്ത്രമാണ്. ഇതെൻ്റെ അടുത്ത് എത്താനായി ഇന്നലെ ഞാനൊരു റീറ്റെയിൽ ടെക്സ്റ്റൈൽസിൽ പോയി. അവിടെ എന്നെ ഇത് സഹായിച്ചത് അവിടുത്തെ ഒരു സെയിൽസ്മാൻ ഇതെനിക്ക് തന്നു, അല്ലേ? അതിനു മുമ്പ് അതിൻ്റെ ലോജിസ്റ്റിക് പ്രോസസ്സിൽ അവിടെ ആരൊക്കെയോ സഹായിച്ചു എന്നെ. അതിനു മുമ്പ് ഈ വെയർഹൗസിൽ ഈ പ്രോഡക്റ്റ് വന്നപ്പോൾ, ഈ ഡ്രസ്സ് വന്നപ്പോൾ അവിടെ എന്നെ ഒരുപാട് പേര് സഹായിച്ചു. വെയർഹൗസിലേക്ക് ഈ ഡ്രസ്സ് വരാനായിട്ട് ഫാക്ടറിയിൽ ഒരുപാട് പേര് എന്നെ സഹായിച്ചു. ഫാക്ടറിയിലേക്ക് ഈ ഡ്രസ്സ് വരാനായിട്ട് ഒരുപാട് ഫാമേഴ്സ് എന്നെ സഹായിച്ചു. ഈ പറയുന്ന തുണി ഉണ്ടാവാനായിട്ട് ഒരുപാട് പാടത്ത്, അല്ലേ, ഒരുപാട് ഫാമേഴ്സ് എന്നെ സഹായിച്ചു. ഒരു മനുഷ്യൻ മറ്റു മനുഷ്യരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോയാലേ ഇനിയും പോയാൽ ഈ തുണി ഉണ്ടാകാൻ ഏതോ ഒരു ചെടി, ഏതോ ഒരു പുഴു, ആ പുഴുവിനെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ്, ഇത്രയും പേരാണ് ഈ ലൈനിലുള്ളത്. അതായത് എനിക്ക് ഈ പ്രോഡക്റ്റ് എടുത്തു തന്ന സെയിൽസ്മാൻ മുതൽ സൃഷ്ടാവായ എൻ്റെ നാഥൻ വരെ എന്നെ സഹായിച്ചതുകൊണ്ടാണ് എനിക്കിന്ന് അഭിമാനത്തോടെ, ധാർമ്മികതയോടെ, ഏറ്റവും ഭംഗിയായി ലോകത്തിൻ്റെ മുന്നിൽ എന്നെ അവതരിപ്പിക്കാൻ സാധിച്ചത് ഇത്രയും ആൾക്കാരുടെ സഹായം ഉള്ളതുകൊണ്ടാണ്. തീർച്ചയായും മനുഷ്യന്മാരും മനുഷ്യരെ സൃഷ്ടിച്ച സൃഷ്ടാവും അതുവരെയും നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. ആർക്കും ഇൻഡിപെൻഡൻ്റായി ജീവിക്കാൻ പറ്റില്ല. എല്ലാവരും ട്രെയിനേഴ്സൊക്കെ പറയുന്ന പല
ട്രെയിനേഴ്സും പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റാണ്, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകണമെന്ന്. പക്ഷെ ഞാൻ പറയും, നിങ്ങൾ ഡിപ്പെൻഡൻ്റ് ആണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ട് പരസ്പരം സഹായിച്ചുകൊണ്ടേയിരിക്കുക, സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക, നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നന്ദി പറയലിലൂടെ, സ്നേഹത്തിലൂടെ, സഹായത്തിലൂടെ വലിയൊരു സഹായം നമ്മളെ തേടി വരും. ഓൾ ദി ബെസ്റ്റ്. വീണ്ടും കാണാം. താങ്ക് യു.